ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് മാതൃഭൂമി ന്യൂസ് സൂപ്പർ എക്സ്ക്ലൂസീവായി പുറത്തുവിടുന്നത്. മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിനായി 2023 ED സമൻസ് അയച്ചത് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടാണ്. ലാവ്ലിൻ മുൻ ഡയറക്ടറായിരുന്ന ദിലീപ് രാഹുലൻ വിവേക് കിരണിന്റെ വിദേശ പഠനത്തിന് പണം ചെലവഴിച്ചു എന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ED സമൻസ് അയച്ചതെന്നാണ് വിവരം. രാഗിൻ വിവരങ്ങൾ പങ്കുവയ്ക്കും. രാഗിൻ, ഒരിക്കൽ കൂടി EDയുടെ ആ സമൻസിലെ വിവരങ്ങളിലേക്ക്, അതിൽ ഉന്നയിക്കുന്ന ചോദ്യങ്ങളിലേക്ക്, എന്ന് ഹാജരാകണമെന്ന് കാണിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു സമൻസ് അയച്ചത്. അതിനോട് ഏതെങ്കിലും വിധത്തിൽ ഹാജരാകാൻ കഴിയില്ല എന്ന വിധത്തിലെങ്കിലുമുള്ള പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? 2023 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി ഓഫീസിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൻ തെളിവുകൾ പുറത്തു വന്നിരുന്നു. അത് ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടാണെന്ന വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ വരികയും അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം മാതൃഭൂമി ന്യൂസ് ബ്രേക്ക് ചെയ്തത് ഇത് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടാണ് എന്നതാണ്. അപ്പോൾ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകന് ഒരു നോട്ടീസ് അയക്കേണ്ട ആവശ്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് എന്ന് നോക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ലഭ്യമാകുന്നത്, അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 2020 ഇതിലൊരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടത്തിൽ പലരെയും മൊഴിയെടുത്തിരുന്നു, ചോദ്യം ചെയ്തിരുന്നു. ഈ ഘട്ടത്തിൽ കിട്ടിയ ഒരു മൊഴിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഈ വിവേക് കിരണിലേക്ക് പോകുന്നതിനുള്ള വഴി തുറന്നത്. ആ മൊഴി എന്ന് പറയുന്നത്, ഇതിൽ ദിലീപ് രാഹുലൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ആദ്യഘട്ടത്തിൽ വാർത്തകളിലൊക്കെ തന്നെ ഈ ഇടനിലക്കാരനായി നിന്നു, ഏജന്റായി നിന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ അന്വേഷണത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ബോധ്യമായിട്ടുള്ളത്, ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഇറ്റ് ഈസ് ഗാതേർഡ് ദാറ്റ് ദിലീപ് രാഹുലൻ വാസ് ദ ഡയറക്ടർ ഓഫ് മെസേഴ്സ് SNC ലാവ്ലിൻ എന്നതാണ്. അതായത് ഡയറക്ടറാണ് എന്നതാണ് ED ഭാഷ്യം. എന്തായാലും ഈ വ്യക്തി ഈ SNC ലാവ്ലിന് വേണ്ടിയിട്ടാണ് പല ഇടപാടുകളും നടത്തിയത്. അങ്ങനെ SNC ലാവ്ലിന്റെ കാര്യങ്ങൾ സുഗമമായി നടക്കുന്നതിന്റെ ഭാഗമായിട്ട് പണം ചെലവഴിച്ചിരുന്നു. അത് ഓഫീസേഴ്സിനും രാഷ്ട്രീയക്കാർക്കും പണം നൽകിയിരുന്നു വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ മുഖ്യമന്ത്രി പിണറായി, അന്ന് മുഖ്യമന്ത്രിയല്ല, അന്ന് വൈദ്യുതി മന്ത്രി പോലും അദ്ദേഹമായിട്ടില്ല. ആ ഘട്ടത്തിൽ 96 കാലഘട്ടത്തിലും പിണറായി വിജയന് പണം നൽകിയെന്ന് പറയുന്നുണ്ട് ഇതിൽ മൊഴിയായി. അതോടൊപ്പം തന്നെ അന്നത്തെ വൈദ്യുതി മന്ത്രിയായിരുന്ന G കാർത്തികേയനും പണം നൽകിയതായി ഇതിൽ പറയുന്നുണ്ട് മൊഴിയായി. തുടർന്ന് ഇങ്ങോട്ടുള്ള ഘട്ടത്തിലാണ് ഈ ദിലീപ് രാഹുലിന്റെ മറ്റൊരു